ഹലോ ഗൈസ്, ജിജോ വ്ളോഗിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. എല്ലാ ദിവസവും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്, എന്നാലും 2-3 ദിവസം വീഡിയോസ് ഇടാൻ പറ്റിയില്ല കേട്ടോ. വേറൊന്നുമല്ല, ഞാൻ പപ്പാനെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിപ്പോയി കേട്ടോ. പപ്പായ്ക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേനയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്രതീക്ഷിതമായിരുന്നു. ഒന്നും പ്രതീക്ഷിക്കാത്ത സമയം സംഭവിച്ചല്ലേ. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നു. നമുക്ക് ഈ എന്താ പറയുക, ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ടാണ്. അത് ഇക്കരെ കൊണ്ടുപോയി, നമ്മൾ തൊട്ടിൽപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇക്കരെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ECGനകത്ത് വേരിയേഷൻ ഉണ്ട്, അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ ഞാനിന്ന് വീഡിയോ പറയുന്നതും നിങ്ങൾ ഈ തമ്പനയിൽ കണ്ട പോലെ തന്നെ എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ മാത്രമല്ല, അവിടെ വരുന്ന ആൾക്കാരൊക്കെ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ECGയിൽ വേരിയേഷൻ ഉണ്ടെന്ന് കണ്ടു. നേരെ ഞാൻ എൻ്റെ വണ്ടി, മറ്റേ എൻ്റെ പുതിയ കാർ എടുത്തിട്ടാണ് പോയത്. ഇത് മറ്റേ പഴയ കാറാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങ് പോയി, മെഡിക്കൽ കോളേജിൽ പോയി. പെട്ടെന്ന് തന്നെ എത്തി. പപ്പാനെ നേരെ അവിടുന്ന് ഒരു ചെന്ന പാടത്തിന് ഇറങ്ങിയ പാടത്തിന് ഒരു വീൽ ചെയറിന് മുകളിൽ വന്നു. പപ്പാനെ കൂട്ടി അങ്ങ് പോയി. ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് തിരിച്ച് വന്നപ്പോഴേക്കും അവർ ECG ചെക്ക് ചെയ്തു. ആദ്യം ECG ചെക്ക് ചെയ്തു. ഓക്കെ, ചെന്ന പാടെ തന്നെ ചെക്ക് ചെയ്തു. അതാണല്ലോ ചെക്ക് ചെയ്യേണ്ടത്, നെഞ്ചുവേനേൻ്റെ കാര്യങ്ങളൊക്കെ. അതിന് ശേഷമാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത പരിപാടികളാണ് ഇവരെ നടക്കുന്നത്. പിന്നെ നമ്മൾ നിരീക്ഷണ വാർഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവിടെ നേരെ ജനറൽ മെഡിസിൻ എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടി ഒരു വാർഡ് പോലെ സംഭവം. അങ്ങോട്ടാണ് സാധാരണ നമ്മൾ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ മുറിവും അങ്ങനത്തെ സംഭവങ്ങളല്ലാതെ വരുന്ന എല്ലാ രോഗികളെയും നേരെ കുത്തിക്കയറ്റി വിടുന്ന ഒരു വാർഡാണ് ആ സംഭവം. അവിടെ ആകെ 2 ഡോക്ടേഴ്സാണ് ഉണ്ടാവും. 2 പെൺകുട്ടികളാണുള്ളത്. ചെറിയ 2 ഡോക്ടേഴ്സാണുള്ളത്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച കുറച്ച് ആളുകൾ, അത്ര തന്നെ പറയാം, ആരായാലും. ഓക്കെ, ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ എന്നെക്കുറിച്ച് ചിലപ്പം തെറിയൊക്കെ പറഞ്ഞേക്കാം, എന്നാലും ഞാൻ കുഴപ്പമില്ല, പറയണമല്ലോ. നമ്മുടെ അനുഭവങ്ങളാണല്ലോ പറയേണ്ടത്. ഞാൻ ചെയ്തു, മറ്റുള്ളവരുടെ അനുഭവം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ ഇവിടെയൊക്കെ നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മുൻഗണന കിട്ടുന്നത് എങ്ങനെയാണ്? സീരിയസ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മുൻഗണന കിട്ടും. പക്ഷെ അവിടെ ചെന്നാൽ അവിടെ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ഓരോ രോഗിയും സീരിയസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ പപ്പായ്ക്ക് സീരിയസ് ആണ്, നിങ്ങളൊന്ന് പെട്ടെന്ന് വന്ന് നോക്കുമോ എന്ന് പറയാൻ വേണ്ടിയുള്ള സാഹചര്യം നമുക്കവിടെ ഇല്ല, അല്ലേ? പെട്ടെന്ന് നിന്നിട്ട്, കാരണം എല്ലാവരും സീരിയസ് തന്നെയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പപ്പാനേക്കാളും കൂടുതൽ, പപ്പായ്ക്ക് വലിയ കുഴപ്പമില്ല, വലിയ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് രോഗികൾ ഇങ്ങനെ സ്ട്രക്ചറെ വന്ന് കിടപ്പുണ്ട്, ഇഷ്ടം പോലെ. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. 2 ഡോക്ടേഴ്സ് ഉണ്ട്, അവരിങ്ങനെ ഇരിപ്പുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ഡോക്ടർ ഇങ്ങനെ ഓടി നടന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും എത്തുന്നില്ല, വരുന്നു. അപ്പോൾ വീഡിയോ എടുക്കട്ടെ. തക്കിരിയും പൊന്നും ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇപ്പം വരാം, കുറച്ച് നേരം ഇപ്പം വരാം. തക്കി ഇങ്ങോട്ട് കയറ്, അപ്പം അടുത്തിട്ട് ഇങ്ങോട്ട് കയറ്, വാ കയറ്. അയ്യോ, കിറ്റ്കാറ്റൊക്കെ അപ്പം മേടിച്ചാൽ അവിടെ നിൽക്കും. അപ്പം കാറായിട്ടാ കേട്ടോ. എന്നിട്ട് ഞാൻ പപ്പാനെ അവിടെ കയറ്റി ഇരുത്തി. ഒരുപാട് രോഗികൾ ഇങ്ങനെ വരുന്നുണ്ട്. ആകെ ചെറിയ റൂം, ഇത്രയും വലിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനാ വലിയ ആശുപത്രി. അത് ഇപ്പം പുതിയ ആശുപത്രിയാണ് കേട്ടോ. പണ്ടത്തെ ആശുപത്രി എനിക്കൊന്നും ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, മെഡിക്കൽ കോളേജിൻ്റെ ഇപ്പം പുതിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴുള്ള അവസ്ഥയാണ് പറഞ്ഞത്. ചെറിയൊരു ഹാള് പോലത്തെ സംഭവം. അവിടെയാണ് ഇത്രക്കാരൻ രോഗികൾ വന്നിട്ട് സ്ട്രക്ചർ കൊണ്ട് അടിച്ചു കയറുന്നത്. അപ്പം മരിക്കാനായി വരുന്ന രോഗികളാണ് കൂടുതലും മെഡിക്കൽ കോളേജിലോട്ട് വരുന്നത്, അല്ലേ? എല്ലാ സ്ഥലത്തു നിന്നും കഴിഞ്ഞിട്ടുള്ളത്. പൊന്നു ഡ്രസ്സ് ഇടാണ്ട് വരല്ലേ? ആ മമ്മി ഇട്ട്. അപ്പം വീഡിയോ എടുത്ത് ഇപ്പം വരും. ഇപ്പം വരാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടുവാണ്. രോഗികൾ വരുവാണ്, തിരിഞ്ഞു നോക്കാൻ ആളില്ല എന്നുള്ളതാണ്. ഓരോരുത്തർ കിടന്ന് കരയുന്നുണ്ട്. സ്വന്തം മക്കള് അപ്പനമ്മമാരെ ഇവിടെ കിടത്തിട്ട് ഒരു രക്ഷയില്ലാണ്ട് കിടന്ന് കരയുന്നുണ്ട്. ഒരു രീതിയിലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. എത്രയോ, ഞാനും എൻ്റെ അനിയനും കൂടെ 3 മണിക്കൂറെങ്ങാണ്ട് ക്യൂ നിന്നിട്ടാണ് ഡോക്ടറെ ഒരു ചീട്ട് കാണിക്കാൻ പറ്റുന്നത്. അവിടെ ഇപ്പം 3 മണിക്കൂർ ആ ഹാളിനുള്ളിൽ തന്നെ 3 മണിക്കൂർ ഇങ്ങനെ ക്യൂ നിന്നിട്ടാണ് ഒരു ചീട്ട് കാണിക്കാൻ പറ്റുക. ആ 3 മണിക്കൂർ പപ്പാനെ ഒരാളും വന്ന് നോക്കിയിട്ടില്ല എന്നാണ്. 3 മണിക്കൂറോളം അവിടെ ഒരാൾ പോലും നിന്നിട്ട് ഒരു സ്റ്റെസ്കോപ്പ് പോലും വെച്ചിട്ട് നോക്കിയിട്ടില്ല എന്നാണ്. വേദന എടുത്ത് വന്നതാണ്. ഞാൻ ഇവിടുന്ന് വേദന വന്നിട്ട് 1.5 മണിക്കൂർ കൊണ്ട് 70 കിലോമീറ്റർ വണ്ടി ഓടിച്ച്, 1.5 മണിക്കൂർ എടുത്തിട്ട് 70 കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ച്, പപ്പായ്ക്ക് വേദനയാണല്ലോ പെട്ടെന്ന് എത്തണമല്ലോ എന്ന് വെച്ചിട്ട് മെഡിക്കൽ കോളേജിൽ എത്തിയാണ്. അവിടെ എത്തിയിട്ട് 3 മണിക്കൂർ ക്യൂ നിന്നിട്ട് വന്നിട്ടാണ്, അതിന് ശേഷമാണ് ഡോക്ടർ വന്നിട്ട്
ഒന്ന് പപ്പാനെ നോക്കുന്നത്. ആലോചിച്ച് നോക്കിയേ നമ്മുടെ അവസ്ഥ. അപ്പോൾ ഇതാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അവിടെ ചെന്നു. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എത്ര മണിക്കാണ് റൂമിലേക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ആരും വലുതായിട്ടൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. കുറച്ച് വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ, ആരും വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. ഇങ്ങനെയാണോ സാധാരണ എനിക്കറിയത്തില്ല, അത് എനിക്ക് വന്ന അനുഭവം ഇങ്ങനെയാണോ. എന്നിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ തിങ്ങി കൂടുന്നുണ്ട്. അവിടെ കയറാൻ സ്ഥലമില്ല. സ്ട്രക്ചർ ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. അവിടെ കയറി നിന്ന് അടുക്കി ഇട്ടേക്കുവാണ്. ഒരു രീതിയിൽ ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. വേനെടുക്കുന്നവർ അവിടെ കിടന്ന് കരയുന്നുണ്ട്. ആളില്ല, നോക്കാൻ ആളില്ല. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എനിക്കൊന്ന് ഒരു വെളുപ്പാങ്കാലത്ത് ഒരു 2 മണി ആയപ്പോഴാണ് നമുക്ക് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതാം. അതൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് ടെസ്റ്റ് കാണിക്കണേ പിന്നെയും 3 മണിക്കൂർ നിൽക്കണം. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടെസ്റ്റിന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും ഡോക്ടറെ കാണിക്കാൻ വേണ്ടി 3 മണിക്കൂർ നിൽക്കണം ക്യൂ. അങ്ങനെയൊക്കെ കാണിച്ചെല്ലാം കഴിഞ്ഞ് അവരെന്ത് ചെയ്തു, അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കയറി. ഞങ്ങളെ 2ാം വാർഡിലേക്കാണ് വിട്ടത്. 2ാം വാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ മെഡിക്കൽ കോളേജ്, നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഫസ്റ്റത്തെ മെഡിക്കൽ കോളേജ് ഉണ്ട്, ആ ഒരു ബിൽഡിംഗ്. അവിടെ നേരെ കയറുന്ന അങ്ങോട്ടാണ് 2ാം വാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തോ ഭാഗത്തിന് അവിടെ കിട്ടി. 2ാം വാർഡിലോട്ട് കയറിയ സമയത്ത് ഒരു ബെഡ് പോലും ഇല്ല. വായി വെക്കില്ലേ ചേച്ചി, അത് പോളിഷാ. അപ്പോൾ ഒരു ബെഡ് പോലും ഇല്ല, ഒറ്റ ബെഡില്ല. ബെഡ് പോയിട്ട് വരാന്തയെ പോലും കിടക്കാൻ സ്ഥലമില്ല. ഞങ്ങളെ വിട്ട അങ്ങോട്ടാണ്, വരാന്തയെ പോലും കിടക്കാൻ സ്ഥലമില്ല. അവസാനം നമുക്ക് കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്, നമുക്ക് ഈ ഗേറ്റിൻ്റെ അടുത്ത്, സെക്യൂരിറ്റീസ് നിൽക്കുന്ന ഗേറ്റിൻ്റെ അടുത്താണ് പപ്പാനെ കൊണ്ട് കിടത്തിയത് കേട്ടോ. നിങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ടാൽ മതി കേട്ടോ. ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ഉള്ള കാര്യം എൻ്റെ മനസ്സ് തുറന്ന് പറയുന്നതാണ്. അപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് സെക്യൂരിറ്റികൾ കിടക്കുന്നതിന് അവിടെ നമുക്ക് വേറെ ഒരു സ്ഥലമില്ല. ഞാൻ അവിടെ കൊണ്ടുപോയി പായും, ഞാൻ അനിയനും കൂടെ പോയിട്ട് പായൊക്കെ മേടിച്ച് അവിടെ കൊണ്ടുപോയി കിടത്തി കേട്ടോ. അവിടെ കൊണ്ടുപോയി കിടത്തി. പിന്നെ അന്ന് രാത്രിയാണ്, കുഴപ്പമില്ല, അവിടെ ഗേറ്റ് തുറന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ കിടത്തി ഞങ്ങൾ ഇങ്ങോട്ട് പോകും. കാരണം ഞങ്ങൾ വെളുപ്പാങ്കാലത്ത്, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പ്രശ്നം ഉണ്ടായി. ഞാൻ പുതിയ കാറും കൊണ്ടാണ് പോയത്. ആ കാറിൻ്റെ, നമ്മുടെ നെക്സോൺ വണ്ടിയിലാണ് പോയത്. വണ്ടീൻ്റെ എന്ത് സംഭവിച്ചു, ഡയനോമോ കേടായി. വണ്ടീനകത്ത് ബാറ്ററി ചാർജ് ആകുന്നില്ല. അപ്പം ബാറ്ററി ചാർജ് ആക്കുന്നതുകൊണ്ട് ഡയനോമോ കേടായി. വണ്ടി എല്ലാം കൂടെ വഴിക്കായിരുന്നു കേട്ടോ. വണ്ടി വന്നിട്ട് വർക്ക്ഷോപ്പിൽ അവരോടൊരു ആൾക്കാരെ വിളിച്ച് വരുത്തി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് വണ്ടി ഇപ്പോൾ ഇതുവരെ എടുത്തിട്ടില്ല. 2 ദിവസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. കുറച്ച് പണിയാണ്, ഊരി എടുക്കുന്ന പണിയാണ്. അപ്പോൾ വണ്ടി പോലും, അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പം പപ്പാനെ അമ്മേനെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മോനെ എനിക്കിവിടെ കിടക്കാനാവുകയില്ല, ഒരു രീതിയിലും നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ ഞാൻ അവിടെ പോയി. അമ്മ വെച്ചാൽ ഗേറ്റിൻ്റെ അടുത്ത് തന്നെയാണ്, ഭക്ഷണം മേടിക്കാനും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അമ്മയ്ക്ക് പെട്ടെന്ന് കയറി ഇറങ്ങി മേടിക്കാം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോരാത്തതിൻ്റെ കാരണം ഇൻഷുറൻസ് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അമ്മ കുറേ ശ്രമിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ജിജോ നീ വന്നിട്ട് എങ്ങനെയൊന്നും ശരിയായി. അപ്പം ഞാനും ഇന്നലെ ചെന്ന സമയത്തുള്ള കാഴ്ച വെച്ചാൽ ഗേറ്റിൻ്റെ അടുത്ത് ഈ അസുഖം പിടിച്ച് നെഞ്ചുവേദന എടുത്തിരിക്കുന്ന ആള് ഇങ്ങനെ സൈഡിൽ ഇരിക്കുവാണ്. കാരണം കിടത്തുമല്ല അവർ, കാരണം അവിടെ ഗേറ്റിൻ്റെ സ്ഥലമാണ്, കിടക്കാൻ സ്ഥലമില്ലല്ലോ. ഗേറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുവാണ്, ഒരു സൈഡിൽ ചെരിഞ്ഞിരിക്കുവാണ് അമ്മയും പപ്പായും. കിടക്കാൻ പറ്റില്ല, കാരണം വഴിയാണ്, വേറെ എവിടെ ഇടാൻ സ്ഥലവും ഇല്ല. 2ാം വാർഡിലേക്കാണ് നമ്മളെ വിട്ടേക്കുന്നത്. അവിടെ ഇടാനും കിടക്കാനൊന്നും സ്ഥലമില്ല. എന്നിട്ട് കുത്തിപ്പിടിച്ചിരിക്കുവാണ്. അപ്പം ഞാൻ എന്നിട്ട് ഈ ഇൻഷുറൻസിൻ്റെ പേപ്പറും കൊണ്ട് എങ്ങനെയും നമുക്ക് മുന്നോട്ട് പോകണമല്ലോ. ഇൻഷുറൻസിൻ്റെ പേപ്പറും കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ പോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിൽ അവർ അടുക്കുന്നില്ല. പപ്പാൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിന് ചെറിയൊരു വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഷുറൻസ് കിട്ടാത്തതാണ് പറയുന്നത്. പക്ഷേ മുടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഡ്മിറ്റ് ആയ സമയത്ത് നമുക്ക് ഇൻഷുറൻസ് കിട്ടിയതാണ്. നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടാണ് അവിടുത്തെ ചികിത്സകളും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ മെഡിക്കൽ കോളേജ് ചെന്ന സമയത്ത് അവിടുന്ന് ഇൻഷുറൻസും കിട്ടുന്നില്ല. അവർ നമ്മളെ ഒരുമാതിരി, സത്യം പറയാലോ, ചെന്ന് കഴിഞ്ഞാൽ വെറും പട്ടികളെ പോലെയാണ് നമ്മളെ കാണുന്നത്. നമ്മളെ ഒരു വിലയില്ല. നമ്മൾ എന്ത് പറയാം, ഒരു മനുഷ്യനൊരു വില കൊടുക്കാത്തൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഒരു മനുഷ്യനൊരു വില കൊടുക്കാതെ, ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, 2 പെൺകുട്ടികളായിരിക്കുന്ന പറഞ്ഞത്, അവർ വയസ്സുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് വെറും പുച്ഛത്തോടെ അവരെന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു വയസ്സുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, ഒരു രീതിയിൽ അവർ ഒരു മനുഷ്യത്വപരമായുള്ള വർത്താനമോ വെറും ചെറ്റ വർത്താനം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ആ കാഷ്വാലിറ്റിയിലല്ല, നമ്മുടെ ആ നിരീക്ഷണ വാർഡിലിരിക്കുന്ന 2 പെൺകുട്ടികൾ. ഞാൻ വിചാരിച്ചു ഇവരുടെയൊക്കെ വീട്ടിൽ മുട്ടായി അപ്പം അവിടെ ഇരി കേട്ടോ. അപ്പം നമുക്ക് ഞാനൊക്കെ വിചാരിച്ചു ഇവരുടെയൊക്കെ വീട്ടിൽ അപ്പനും അമ്മയും അപ്പൂപ്പനും ഈ ഡോക്ടർമാരുടെയൊക്കെ ഇല്ലേ. ഞാൻ പറഞ്ഞ ചിലപ്പോൾ എനിക്ക് ഇനി മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ചിലപ്പോൾ ദുരനുഭവമൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ അഥവാ പോകേണ്ട വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി പോവുകയല്ല, എന്ത് ഗതി കേട്ടാലും. എന്നുവെച്ചാൽ അതുപോലെ മടുത്തു. വെറും വയസ്സുള്ള പാവപ്പെട്ട ആൾക്കാരോടൊക്കെ അവർ പറയുന്ന വർത്തമാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരിക്കലും, അവരൊക്കെ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് പോവുകയാണ്. അതും സുഖമില്ലാതെ മരിക്കാനായിപ്പെട്ട രോഗികളാണ്. അവിടെ നിന്ന് മരിക്കുന്നുണ്ട് ആൾക്കാർ. മരിക്കുന്നത് എങ്ങനെയാണ്, തിരിഞ്ഞു നോക്കുന്നില്ല, അതാണ് സംഭവം. അത് ഞാൻ എൻ്റെ കണ്ട കാര്യമാണ് പറയുന്നത്, ഞാൻ കള്ളത്തരം വിളിച്ച് പറയുന്നതല്ല. എന്നിട്ട് അതും കഴിഞ്ഞ് ഞങ്ങൾ ഇൻഷുറൻസ് കിട്ടുന്നില്ല. ഞാൻ അവസാനം എഴുതി കൊടുത്തു.
ഞാൻ എൻ്റെ സ്വന്തം ഉത്തരവാദിത്തം ഞാൻ എൻ്റെ അപ്പനും അമ്മേനെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ഞാൻ പോരുകയോ ചെയ്ത അവസാനം. കാരണം ഒരു രീതിയിലും രക്ഷയില്ല. അത്രയ്ക്ക് ഗതികെട്ട ആൾക്കാർ മാത്രമേ മെഡിക്കൽ കോളേജിൽ വരാതെ കിടന്നിട്ട്, നമ്മളെല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്, പക്ഷെ ഒരാൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ എന്തിനാണ് ഒരു ആശ്വാസം അല്ലേ? ഇത്രയും എല്ലാവരും ഇവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിൽ നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നത് എന്തിനാണ്? നമുക്കൊരു ഏറ്റവും നല്ല ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെന്റ് ഒരു ഇതാണല്ലോ മെഡിക്കൽ കോളേജ്, പൈസ കൊടുക്കാതെ. പക്ഷെ നമുക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ മരുന്നും പുറത്തോട്ട് എടുത്ത് മേടിക്കുകയും വേണം, എന്നാലിട്ട് നടക്കുകയില്ല. വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ അനുഭവിച്ചു ശരിക്കും. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ഇനി വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. വരുമൊന്നുമില്ല, എത്ര മാറ്റിയാലും വരുമൊന്നുമില്ല. ഇവരുടെ സ്വഭാവമല്ലോ, ഇത് ഓരോരുത്തരുടെ സ്വഭാവമാണ്. അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവത്തിനനുസരിച്ച് മാറ്റം വരുമല്ലോ. കുറേയൊക്കെ ചെയ്യണം, പക്ഷേങ്കിൽ ഒരു രീതിയിൽ നമുക്ക് ഒത്തുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ അതാണ് തിരിച്ചു പോകുന്നത്. ഇനി പപ്പാനെ കൊണ്ട് മുടക്കല്ലൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇൻഷുറൻസ് കൊടുത്തിട്ട് വേണം അവിടെ ചെയ്യണം. വല്ലാത്തൊരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഗൈസ് അതേ ഉള്ളൂ.